الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره اتقوا الله عباد الله. ഊസിക്കും വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങളുടെ ഖിബില അത് മക്കയിലെ കഅബയാണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഖിബില ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലായിരിക്കെ തന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവിടുന്ന് നിസ്കരിച്ചിരുന്നത്. പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയപ്പോഴും ബൈത്തുൽ മുഖദ്ദസ് തന്നെയായിരുന്നു ഖിബില. ഹദീസുകളിൽ കാണാം 16 അല്ലെങ്കിൽ 17 മാസത്തോളം അല്ലെങ്കിൽ അതിലധികം ഈ അവസ്ഥ തന്നെ തുടർന്നു. മസ്ജിദുൽ അഖ്സയെ ഖിബലയാക്കിക്കൊണ്ടുള്ള അവസ്ഥ തുടർന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിതാവായ അബൂന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഖിബലയായ കഅബയിലേക്ക്, ഈ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഖിബലയാകുന്ന കഅബയിലേക്ക് മാറിക്കിട്ടാൻ അവിടുന്ന് ഏറെ ആഗ്രഹിച്ചു. മാത്രമല്ല, യഹൂദന്മാർ അവര് മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇപ്രകാരം പറഞ്ഞ് പരിഹസിക്കാറുണ്ടായിരുന്നു: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടെതിരാകും, ആദർശപരമായി അയാൾ നമുക്കെതിരാണ്, എന്നാൽ അവൻ നമ്മുടെ ഖിബിലയെ പിന്തുടരുകയും ചെയ്യുന്നു. വലിയ പരിഹാസമാണത്. ദഅവത്തിന്റെ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കൂട്ടത്തിലൊരു പ്രയാസം. അൽഹംദുലില്ലാഹ്, ഹിജറ 2ാമത്തെ വർഷം അഭിപ്രായങ്ങളിൽ ഏറ്റവും കുറച്ചുകൂടി ഉറപ്പുള്ള അഭിപ്രായം എന്ന നിലക്ക് റജബ് മാസത്തിന്റെ പകുതിയിൽ, നമ്മളിപ്പോ റജബ് മാസത്തിലാണ്, ചില റിപ്പോർട്ടിൽ ശഅബാൻ എന്ന് കാണാം, ഈ റജബ് മാസത്തിന്റെ പകുതിയിൽ കഅബയിലേക്ക് ഖിബില മാറ്റുവാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. ഈ സംഭവത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. മഹാനായ ബറാ ഇബ്നു ആസിം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അദ്ദേഹം പറയാണ്: صلينا مع رسول الله صلى الله عليه وسلم نحو بيت المقدس 16 شهرا أو 17 شهرا ثم صرفنا نحو الكعبة. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ട് 16 അല്ലെങ്കിൽ 17 മാസം നിസ്കരിച്ചു. ശേഷം ഞങ്ങള് കഅബയിലേക്ക് തിരിക്കപ്പെട്ടു. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 525ാമത്തെ നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രിയമുള്ളവരെ, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ 2991ാമത്തെ നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ എന്നിവർ തൊട്ട് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. കഅബ നബിയുടെ മുമ്പിലായിരുന്നു. മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷവും 16 മാസം അതേ അവസ്ഥ തുടരുകയും പിന്നീട് കഅബയിലേക്ക് തിരിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മക്കയിലായിരിക്കെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയുമ്പോൾ തന്നെയും ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിൽ നമ്മുടെ മുസ്ലിങ്ങളുടെ ഖിബലയായ കഅബയുണ്ടായിരുന്നു.
എന്നാൽ മദീനയിലെത്തിയതിനു ശേഷം രണ്ട് ഖിബിലയും ഒന്നിപ്പിച്ച് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ല. നമ്മൾ വിചാരിക്കും എന്താ പത്ര വലിയ വിഷയമാണ്, നമ്മളെ അടിസ്ഥാന വിഷയമാണ്, ദീനിയായി ബന്ധപ്പെട്ട കാര്യം ആയതുകൊണ്ട് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്യുകയും ഖിബില മാറ്റത്തിൽ പ്രതീക്ഷിച്ച് അത് സംബന്ധിച്ച് വഹി വരുന്നതും കാത്ത് നബി ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 144-ാമത്തെ ആയത്ത് ഇറക്കണം. ഈ നബിയുടെ ആഗ്രഹപ്രകാരം എന്തായത്തുള്ളത്? അല്ലാഹു പറയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطرا. നബിയെ, അവിടുത്തെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനാൽ താങ്കൾക്ക് ഇഷ്ടമാകുന്ന ഒരു ഖിബിലയിലേക്ക് അഥവാ മസ്ജിദുൽ ഹറാമിലുള്ള പരിശുദ്ധമായ കഅബയിലേക്ക് നാം അവിടുത്തെ തിരിക്കുകയാണ്. ഇനിമേൽ താങ്കൾ താങ്കളുടെ മുഖത്തെ മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് തിരിക്കുക. താങ്കൾ എവിടെയായിരുന്നാലും അതിന്റെ നേർക്കാണ് താങ്കൾ മുഖം തിരിക്കേണ്ടത്. അല്ലാഹു അക്ബർ കബീറ. അങ്ങനെ റബ്ബിന്റെ തൗഫീഖിനാൽ ഖിബല നമ്മൾ ഇന്ന് നിശ്ചയിക്കുന്ന, നമ്മൾ ഇന്ന് തിരിയുന്ന കഅബാലയത്തിലേക്ക് അല്ലാഹു അനുഗ്രഹിച്ചിട്ട് തിരിച്ചുവിടാണ്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നേരത്തെ പറഞ്ഞ ഹദീസിനോട് അനുബന്ധമായി വിശദീകരിക്കുന്നതാണ് മറ്റേ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 1252-ാമത്തെ നമ്പർ എഴുതിയിരിക്കുന്ന ഹദീസാണ്. അവിടെ കാണാം, നബി മദീനയിലെത്തിയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് 16-17 മാസം നിസ്കരിച്ചു. എന്നിട്ടോ വകാന യുഹിബ്ബു അൻ യുവജ്ജഹ ഇലൽ കഅബ ഫഅൻസലല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ അല്ലാഹു തആല ആയത്ത് അവതരിപ്പിച്ചു. എന്ത്? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. നബിയെ, അവിടുത്തെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനാൽ താങ്കൾക്ക് ഇഷ്ടമാകുന്ന ഒരു ഖിബിലയിലേക്ക് അഥവാ മസ്ജിദുൽ ഹറാമിനുള്ളിൽ ഉള്ള ഇന്നത്തെ നമ്മുടെ കഅബയാകുന്ന ഖിബിലയിലേക്ക് താങ്കളെ നാം തിരിക്കുകയാണെന്ന്. ഫഉജ്ജിഹ നഹ്വൽ കഅബ. അങ്ങനെ അവിടുന്ന് കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. പ്രിയമുള്ളവരെ, കഅബയിലേക്ക് ഖിബില മാറ്റാനുള്ള കൽപ്പന ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചത് അസ്ർ നിസ്കാരമാണ്. സുബ്ഹാനല്ലാഹ്, തഫ്സീറുകളിൽ വിശദീകരിക്കുന്ന ഒരു കൃത്യത നമുക്ക് ഖുത്ബയുടെ പരിമിതമായ സമയത്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു തർത്തീബ് അല്ലാഹു തആല ഈ നിസ്കാരത്തെ തെരഞ്ഞെടുത്തെടുത്തുണ്ട്, ഈ കഅബയെ തെരഞ്ഞെടുത്തെടുത്തുണ്ട്, അതുപോലെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ തെരഞ്ഞെടുത്തെടുത്തുണ്ട്. ഇത് പണ്ഡിതന്മാര് ശരിക്കും വിശദീകരിക്കട്ടെ, നമുക്കത് ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. മറ്റ് സ്ഥലങ്ങളിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർ പോലും ഖിബല മാറ്റത്തെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ചെയ്തതുപോലെ ആ നിസ്കാരത്തിൽ തന്നെ അവർ ചുറ്റിത്തിരിഞ്ഞ് നേരെ കഅബയിലേക്ക് തിരിഞ്ഞു വന്നു. വസല്ല മഅഹു റജുലുൻ അൽ അസ്ർ. നബിയോടൊപ്പം ഒരാൾ അസ്ർ നിസ്കരിച്ചു. ثم خرج فمر على قوم من الانصار. അങ്ങനെ അദ്ദേഹം പുറപ്പെട്ട ഒരു ജനതയുടെ അടുത്തെത്തി. അവരെ അസ്ർ നിസ്കരിക്കാൻ. هو يشهد انه صلى مع النبي صلى الله عليه وسلم وانه قد وجه الى الكعبه. അദ്ദേഹം പറഞ്ഞു, ആ ആളുകൾ കേൾക്കെ അദ്ദേഹം പറഞ്ഞു, നബിയോടൊപ്പം നിസ്കരിച്ചയാൾ ഇതാ സാക്ഷിയായിരിക്കുന്നു, അദ്ദേഹം കഅബയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്ന്. സുബ്ഹാനക യാ അലി, ഒറ്റ വാക്കേ അദ്ദേഹം പറഞ്ഞോളൂ. فانحرفوا وهم ركوع في صلاه العصر. അങ്ങനെ അവര് അസർ നിസ്കാരത്തിൽ റുക്കൂ ചെയ്തുകൊണ്ടിരിക്കെ കഅബയിലേക്ക് തിരിഞ്ഞു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 7252-ാമത്തെ നമ്പർ ഹദീസ്. ശേഷം പിറ്റേന്ന് സുബീക്കാണ് ഖുബ, മസ്ജിദുൽ ഖുബ. അൽഹംദുലില്ലാഹ്, ഒരു ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അവിടുത്തെ ഒരു നിസ്കാരത്തിന് ഒരു ഉംറയുടെ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞ ഖുബ മസ്ജിദ്. ആ ഖുബയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഖിബലയിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്, കഅബയാണ് ഖിബല എന്നറിയുന്നത് പിറ്റേന്ന് സുബഹി നിസ്കരിക്കുമ്പോഴാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉ സുന്ന അവിടുന്ന് പറയാണ്, قال بين الناس بقباء في صلاة الصبح إذ جاءهم آت فقال إن رسول الله صلى الله عليه وسلم قد أنزل عليه الليلة قرآن
വഖദ് ഉമിറ അൻ യസ്തഖ്ബിലൽ കഅബത ഫസ്തഖ്ബിലൂഹാ വകാനത് വുജൂഹുഹും ഇലശ്ശാം ഫസ്തദാറു ഇലൽ കഅബ. അതായത് ഖുബായിൽ, മസ്ജിദ് ഖുബായിൽ ജനങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സുബഹിക്ക്. അപ്പൊ ആ സമയത്ത് അവരടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിശ്ചയമായും രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിച്ചപ്പോൾ കഅബാലയത്തെ ഖിബലയാക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അവര് നിസ്കാരത്തിൽ തന്നെ അതിന്റെ നേരെ തിരിഞ്ഞു എന്നാണ്. നിസ്കാരത്തിൽ തന്നെ അതിന്റെ കഴിഞ്ഞ് നമ്മൾ ഖുബയിലേക്കൊക്കെ പോകുന്ന സമയത്ത് സിയാറത്തിന് പോകുമ്പോൾ ആളുകൾ ഇന്ന് പൊതുവെ സന്ദർശിക്കുന്ന മറ്റൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഖിബലത്തൈൻ. ഈ അടുത്ത കാലം വരെയും 2 മിഹ്റാബ് ഉണ്ടായിരുന്നു എന്നാണ്. ഈ അടുത്ത കാലത്ത് ജനങ്ങളുടെ ഖുറാഫാത്തും അന്ധവിശ്വാസം കൂടിയപ്പോൾ അതിലൊന്നടക്കുകയും നിലവിലുള്ള അത് നിലനിർത്തുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഈ ഹദീസിലുള്ളത് അവര് നിസ്കാരത്തിൽ തന്നെ ആ ഖിബലയിലേക്ക് തിരിഞ്ഞു, കഅബയിലേക്ക്. അവര് ആദ്യം എവിടെ തിരിഞ്ഞത്? ഷാമിന്റെ നേരെയാണ്, അഥവാ ബൈത്തുൽ മഖ്ദിസ്. ഷാം എന്ന് പറഞ്ഞാൽ സിറിയ, ഫലസ്തീൻ, ജോർദാൻ ഒക്കെ കൂടുന്ന ഒരു പ്രവിശ്യക്കാണ് എന്ത് പറയാ, ഷാം എന്ന് പറയാം. ഇന്ന് ഷാമിന് നമ്മൾ സിറിയ എന്ന് പ്രത്യേകമായി പറയെങ്കിലും അങ്ങനെ അവർ കഅബയുടെ നേരെ ചുറ്റിത്തിരിഞ്ഞു എന്നാണ് ഇമാം ഹാഫിദുദ്ദുനിയ ഇബ്നു കസീർ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന്റെയും മറ്റു ചില ഹദീസുകളുടെയും താഴെ ഷറഹിൽ വിശദീകരിക്കുന്നത് ശരിക്കും നബി മുന്നിലാണ്. നബി അങ്ങനെ തിരിഞ്ഞപ്പോ സഹാബത്തും അതുപോലെ ആണുങ്ങളും നബിന്റെ പുറകില്, പിന്നെ സ്ത്രീകളും അതുപോലെ അവരെ തൊട്ടു പുറകിൽ അങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത്. അത് അങ്ങനെ തന്നെ തിരിഞ്ഞു എന്നാണ്. ആ തിരിയുന്ന രൂപം അദ്ദേഹം വളരെ കൃത്യമായി അവിടുത്തെ ഷറഹിൽ വിശദീകരിക്കേണ്ടത്. അത് വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോ. ഒരു പ്രവാചകരെ എങ്ങനെയാണ് തന്റെ ജനത അനുധാവനം ചെയ്യുന്നത്, ഇത് വായോണ്ടല്ല ജീവിതം കൊണ്ട് എന്നതിന്റെ നേർസാക്ഷ്യം സ്വഹാബത്തെ കിറാം റിദ്വാനുല്ലാഹി അലൈഹിം. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ഖിബല മാറ്റം ഈ റജബിന്റെ പകുതിയിൽ സംഭവിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം തരുങ്ങൾ, മുശ്രിക്കുകൾ, കപടവിശ്വാസികൾ, യഹൂദന്മാർ, ഈ 3 കൂട്ടർക്കും ഹാലിളക്കി. ഈ 3 കൂട്ടരും പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാല്, നിങ്ങൾ നിലവിലുണ്ടായിരുന്ന ഖിബലയിൽ നിന്ന് എന്തുകൊണ്ടാണ് മാറിയത്? ഇത് ഇവർ ചോദിക്കും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദ് നബിയോട് ആദ്യം അറിയിച്ചു. എന്താ തെളിവ്? വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറ 142. സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തി മുസ്തഖീം. ഇവര് അഥവാ ഈ മുസ്ലിമീങ്ങൾ, മുഹമ്മദും അനുയായികളും ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്ത് നിന്ന് ഇവരെ തിരിച്ചുവിട്ട കാരണം എന്താണ് എന്ന് വിഡ്ഢികളായ മൂഢന്മാരായ ആളുകൾ ചോദിച്ചേക്കും. പറയ നബിയെ, ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, അള്ളാഹുവിന്റേത് തന്നെയാണ് കിഴക്കും പടിഞ്ഞാറുമെല്ലാം. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. അള്ളാഹു അറിയിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അള്ളാഹു അറിയിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അതിന് മുമ്പ് ചെറിയൊരു കാര്യം, സൊഫില് നല്ല വിടവുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും ആളുകൾ എന്താ അറിയില്ല, ശ്രദ്ധിക്കില്ല തോന്നുന്നു. നബിയൊക്കെ ഒരു തവണയെ പറയുള്ളൂ, സഹാബത്തൊക്കെ അത് അങ്ങനെ തന്നെ അവർ ഏറ്റെടുക്കുകയാണ്. നമ്മളും അവരും തമ്മിലുള്ള ആയിരക്കണക്കിന് വ്യത്യാസങ്ങൾ, ഒരു വ്യത്യാസം നമ്മുടെ സൊഫിൽ മാത്രം നോക്കി നമുക്ക് മനസ്സിലാവും. അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖിബല മാറ്റം സംഭവിച്ചതോടുകൂടി പലതരത്തിലുള്ള സംസാരങ്ങൾ പ്രകടിക്കാൻ. ഇതിൽ ഒന്നാമത്തെ സംസാരം മുസ്ലിമീങ്ങളുടേതാണ്, സ്വഹാബത്തിന്റേതാണ്. അവര് പറഞ്ഞു സമിഅനാ വ അതഅനാ. അതാണ് അള്ളാഹ് എന്ത് പറഞ്ഞാലും റസൂൽ എന്ത് പറഞ്ഞാലും വഹിയാണ്. നബി പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? നബി പറഞ്ഞിട്ടുണ്ടോ? സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, അവരാണ് അള്ളാഹുവിൽ നിന്ന് ഹിദായത്ത് ലഭിച്ചവർ. അള്ളാഹു അക്കൂട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്ന് രണ്ടാമത്തെ ഒരു വിഭാഗം വേദഗ്രന്ഥമുണ്ട്, ഒരുപാട് ഇസ്സത്തൊക്കെ ലഭിച്ച വിഭാഗമാണ്. പക്ഷെ നാശത്തിലേക്ക് എത്തിയ യഹൂദന്മാർ, അവര് പറഞ്ഞെന്തറിയോ, മുഹമ്മദ് തനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രാരുടെ ഖിബലയിൽ നിന്നും ഇതാ മാറിയിരിക്കുന്നു. മുഹമ്മദ് യഥാർത്ഥ പ്രവാചകനായിരുന്നുവെങ്കിൽ മുൻകഴിഞ്ഞ നബിമാരുടെ ഖിബലയിലേക്കായിരുന്നു തിരിഞ്ഞുകൊണ്ടായിരുന്നു നിസ്കരിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇവരാദ്യം പറഞ്ഞ വാക്കെന്തായിരുന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, മുഹമ്മദ് നമ്മോടെതിരാണ് ആദർശപരമായി, എന്നാൽ അവൻ നമ്മുടെ ഖിബലയെ പിന്തുടരും എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ കോലം മാറ്റി പറയും. ഇതിനിടയിൽ വേറെ ടീമുണ്ട്, ഉള്ളിൽ നിഫാഖും കുഫറും പുറത്ത് ഈമാനുള്ളവന്റെ കൂടെ നടക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ. അവര് പറഞ്ഞെന്തറിയോ, എവിടേക്ക് തിരിഞ്ഞുകൊണ്ടാ നിസ്കരിക്കേണ്ടത് എന്ന് തന്നെ ഇയാൾക്കൊരു വ്യക്തതയില്ല. ആദ്യം തിരിഞ്ഞിരുന്ന ഭാഗമാണ് ശരിയെങ്കിൽ ആ ശരി എന്തിനപ്പോ ഉപേക്ഷിച്ചത്?
ഇനി അതല്ല, ഇപ്പോൾ ഇയാൾ തിരിഞ്ഞ സ്ഥലമാണെങ്കിൽ ശരിയെങ്കിൽ അപ്പൊ ആദ്യം ഈ മുഹമ്മദ് ബാത്തിലായിരുന്നു, അസത്യത്തിലായിരുന്നില്ലേ? തശ്വീഷ്, വസ്വാസ്, ഇങ്ങനത്തെ ചില ആൾക്കാരെ നമുക്കൊന്നും കാണാൻ പറ്റും. അള്ളാഹു തആല കൂട്ടൊന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നുണ്ട് ദീനിലെ പല കാര്യത്തിലും ചിലരിങ്ങനെയാണ്. ശരിക്ക് ഖിബല മാറ്റിയത് നിമിത്തം ദീനിന്റെ, ഇസ്ലാമിന്റെ അടിത്തറ തന്നെ പൊളിഞ്ഞുപോയതായി ശത്രുക്കൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നു. ഈ ആരോപണങ്ങളെ കുറിച്ചോ അവയുടെ വക്താക്കളെ കുറിച്ചോ വിശദീകരണം ഒന്നും കൂടാതെ തന്നെ അവയെല്ലാം ഒറ്റ വാക്കിൽ അല്ലാഹു മറുപടി പറഞ്ഞു. ഖുൽ, പറഞ്ഞു കൊടുക്ക നബിയേ, ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറൊക്കെ അള്ളാന്റെതാണ്. അഥവാ ഭൂമിയുടെ മുഴുവൻ ഭാഗവും അള്ളാഹ്ക്കുള്ളതാ. ഏതെങ്കിലും ഒരു നിശ്ചിത സ്ഥാനം ഖിബലയാക്കി ആ ഭാഗത്തേക്ക് തിരിയാൻ അവൻ കൽപ്പിച്ച് അങ്ങോട്ട് തിരിയണം. പിന്നെന്താ അങ്ങനെ എങ്ങനെ ചോദിക്കരുത്. ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. എന്നാല് ഈ ഒരു ഖിബല മാറ്റുണ്ടാക്കിയ ചലനം, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ ഓളം, അത് ചില്ലറയില്ല, അതിന്റെ അലയൊലി. മുസ്ലിങ്ങളിൽ പോലും ചിലര് പറഞ്ഞുപോയി. റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ അറബിയിലും കിട്ടും ഇൻഷാ അല്ലാഹ്, ദാറുസ്സലാമ മറ്റും പബ്ലിഷ് ചെയ്തിട്ട് ഇംഗ്ലീഷിലും കിട്ടും. നിങ്ങളൊന്ന് വായിച്ചോക്കൊണ്ട് ഇൻഷാ അല്ലാഹ്. അതിനകത്ത് കാണാം മുസ്ലിങ്ങളിൽ ചിലർ പരസ്പരം ഇങ്ങനെ പറഞ്ഞുപോയി. അവരെ ഉള്ളിലൊരു വേദന പോലെ തോന്നിയിട്ട്, എന്തല്ലാഹു അലം, നമ്മള് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച നിസ്കാരത്തിന്റെ അവസ്ഥ എന്താപ്പോ? മാത്രമല്ല, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകളുടെ അവസ്ഥ എന്താണിപ്പോ? അത് സ്വീകരിക്കപ്പെടുമോ? അവരെ ബേജാറാണ്. അല്ലാഹു തആല ആയത്തിറക്കി. അതായത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അപ്രകാരം നാം നിങ്ങളെ ഒരു വസത്തിയത്ത്, മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും റസൂൽ നിങ്ങൾക്ക് സാക്ഷികളായിരിക്കാനും വേണ്ടി. വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂൽ മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നത് ആരൊക്കെയാണെന്നും റസൂലിനെ പിൻപറ്റാതെ പിന്മാറിക്കളയുന്നവർ ആരൊക്കെയാണെന്നും തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമായിരുന്നു നബിയെ താങ്കൾ ഇതുവരെ തിരിഞ്ഞു നിരുന്ന ഭാഗത്ത് നാം ഖിബലയാക്കി നിശ്ചയിച്ചത്. അല്ലാഹു അക്ബർ. വല്ലാത്തൊരു വാക്കാണ്. ഈ ഖിബല മാറ്റത്തിലൂടെയും മുമ്പ് മസ്ജിദുൽ അഖ്സയെ ഖിബലയാക്കിയതിലൂടെയും പിന്നീട് മാറ്റിയതിലൂടെയും നബിയെ പിൻപറ്റുന്നവരാര്, നബിയെ അനുസരിക്കാത്തവരാര് എന്ന വേർതിരിവ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അമ്മക്കൊക്കെ ബാധകതാണ്. എന്നിട്ടൊരു വാക്ക്, അള്ളാഹു ഹിദായത്തിലാക്കിയവരൊഴിച്ച് മറ്റെല്ലാവർക്കും അത് ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു. അഥവാ മുസ്ലിങ്ങൾ, മുഅ്മിനീങ്ങൾ മാത്രം അത് സ്വീകരിച്ചു. സമിഅനാ വഅതഅനാ. വമാ കാന അല്ലാഹു ലിയുദീഅ ഈമാനകും. എന്താ അവസ്ഥ ചോദിച്ചല്ലോ. അവർക്ക് റബ്ബ് മറുപടി പറയാണ്, അള്ളാഹു നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കി കളയുന്നതല്ല. കാരണം ആരാ റബ്ബ്? ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. തീർച്ചയായിട്ടും അള്ളാഹു മനുഷ്യരോട് അത്യധികം ദയയുള്ളവനും അവൻ റഹീമുമാണ്. റഹീമുൻ ഫിൽ ആഖിറ, കരുണാവാരിധിയാണ്. അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, ആദ്യം ബൈത്തുൽ മുഖദ്ദസിനെ ഖിബലയാക്കി നിശ്ചയിച്ചതിലും ശേഷം അത് പരിശുദ്ധ കഅബയിലേക്ക് മാറ്റിയതിലും വലിയ യുക്തിയുണ്ടെന്നാണ്. മുസ്ലിമീങ്ങൾക്കും ജൂതന്മാർക്കും കപടവിശ്വാസികൾക്കും മൊത്തത്തിൽ അന്നത്തെ ആളുകൾക്ക് അതൊരു പരീക്ഷണമായിരുന്നു. എന്തിനാണത്? നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കാൻ, മുഹമ്മദ് നബി ആര് പിൻപറ്റൂ എന്നറിയാൻ തന്റെ അടിമകൾക്കിടയിൽ അള്ളാഹു നടത്തിയൊരു പരീക്ഷണമാണത്. കാരണം ശത്രുക്കളുടെ വർത്തമാനം അത്രമേൽ ശക്തമായിരുന്നു. അവര് പറഞ്ഞിരുന്നൊരു പോയിന്റ് എന്തായിരുന്നു അറിയോ? മുഹമ്മദ് കൊണ്ടുവന്ന മതം അള്ളാഹ് ഇറക്കിയതല്ല, അവൻ സ്വയം നിർമ്മിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് സ്ഥിരത ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കണത്. അവന്റെ കൂടെ കൂടിയവർക്ക് നഷ്ടമാണ് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞുപോയ ആൾക്കാരാണ്. ഇവരുടെ ഈ ദുഷ്പ്രചരണത്തിൽ ചിലർ പെട്ടുപോവുകയും ഇസ്ലാമിൽ നിന്ന് അവർ മുർത്തത്തായി പോവുകയും ചെയ്തു. വല്ലാഹുൽ മുസ്തആൻ വൽഇയാദു ബില്ലാഹ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഈ ഖിബല മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തെ പഠിക്കുന്നിടത്ത്, പ്രത്യേകിച്ചും ഈ റജബിന്റെ പകുതിയിലാണ് ഇങ്ങനൊരു ഖിബല മാറ്റം ഉണ്ടായത് എന്ന വിഷയത്തിൽ ഇമാമിങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താനാണ് ഈ വിഷയം ഈ ഖുതുബയിൽ നിങ്ങളോട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവും അവന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവും അവന്റെ റസൂലും, ഏതെങ്കിലും ഭരണാധികാരികളല്ല. ഇസ്ലാമിക ഭരണാധികാരിയെ കുറിച്ചുള്ള ഹുക്മ് വേറെ തന്നെ ഉണ്ട്, അത് ഇവിടെ പറയുന്നില്ല. അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ അതിന് പൂർണ്ണമായി കീഴൊതുങ്ങണം. ഇത് റബ്ബുൽ ഇസ്സത്ത് നമ്മോട് വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീന. അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ദീൻ ഇന്നതാണ്, ഇസ്ലാമിലെ വിധി ഇതിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മുഅ്മിനായ ഒരു പുരുഷനാകട്ടെ മുഅ്മിനത്തായ ഒരു സ്ത്രീക്കാകട്ടെ തങ്ങളുടെ സ്വന്തം കാര്യത്തെ സംബന്ധിച്ച് പോലും സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കാൻ പാടില്ല. അതിപ്പോ അങ്ങനെ പലതും ഉണ്ടാവും, അതൊന്നും ഇവിടെ നോക്കി നടക്കൂല എന്ന വർത്താനം പറ്റൂല. പച്ചമലത്ത് പറഞ്ഞു ഇസ്ലാമിൽ അങ്ങനെ പലതും ഉണ്ടാവും. സൗദി അറേബ്യ പോലും നടപ്പിലാക്കാൻ പറ്റില്ല, പിന്നെ ഇപ്പൊ ഇവിടെ നമ്മുടെ ചില ആൾക്കാർ ചോദ്യമാണ് അതൊക്കെ. വല്ലാഹു മുസ്തആൻ. സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മതയെക്കുറിച്ച് പറയുമ്പോൾ, കച്ചവട രംഗത്തെ സൂക്ഷ്മതയെക്കുറിച്ച് പറയുമ്പോൾ, ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലയിലെ സൂക്ഷ്മതയെക്കുറിച്ച് പറയുമ്പോൾ അതൊന്നും ഇവിടെ നടക്കൂല, അവിടെ പോലും നടക്കണില്ല. ഞാനൊക്കെ കണ്ട പല അർബാബിങ്ങളും അങ്ങനെയൊന്നുമല്ല, ന്യായീകരിക്കാൻ. ഇവിടെ എന്താ മുസ്ലിമാണോ നീ മുഅ്മിനാണോ നീ, അങ്ങനെ വർത്താനം പറയാൻ പാടില്ല. സമിഅനാ വഅതഅനാ. അതിനൊറ്റ ഉദാഹരണമാണ് ഈ ഖിബല മാറ്റം. വലിയ വിഷയമാണത്. നിങ്ങളൊന്ന് ആലോചിക്ക്, ആ ഖിബല മാറ്റം നമ്മൾ ലവ് എന്ന് പറയാൻ പാടില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അത് ആകെ തലരിഞ്ഞിട്ടുണ്ടാവും ആളുകൾ. എന്നിട്ടും ആ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂലിനെ പിൻപറ്റാൻ സ്വഹാബത്ത് കാണിച്ചവരുടെ ഈമാൻ ഇതെല്ലാ വിഷയത്തിലും ഉണ്ടാകണം. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താ വെച്ചാൽ വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീന. ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ പഴച്ചു പോയിരിക്കുന്നു എന്നാണ്. വല്ലാഹുൽ മുസ്തആൻ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ അല്ലാഹു തആല ഇങ്ങനെ ഖിബലയെ കഅബയാക്കി നിശ്ചയിച്ചത് ഇതിൽ ആരൊക്കെ നബിയെ പിൻപറ്റുന്നു ആരൊക്കെ നബിയെ പിൻപറ്റാതെ കുഫറിലേക്കോ അല്ലെങ്കിൽ മറ്റു പലതിലേക്കോ മടങ്ങിപ്പോകുന്നു എന്ന് പ്രത്യക്ഷത്തിൽ വേർതിരിച്ച് കണ്ടറിയാൻ വേണ്ടി മാത്രമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി ഈ റജബിന്റെ പകുതിയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഈ ഖിബല മാറ്റത്തിൽ നമ്മൾ ഈ മാസത്തിലെ ജീവിക്കണം, റജബിലാണ്, അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി പറയാണ്. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ അല്ലാതെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയുണ്ട് എന്ന് ഈ ഖിബല മാറ്റം നമ്മെ പഠിപ്പിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ അല്ലാതെയും മുഹമ്മദ് നബിക്ക് വഹിയുണ്ട് എന്നതിനുള്ള തെളിവാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 143 ആയത്ത് നമ്മളിവിടെ പറഞ്ഞു. റസൂലിനെ പിൻപറ്റുന്നത് ആരാണ്, പിന്മാറിക്കളയുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇതുവരെ മുഹമ്മദ് നബിയെ താങ്കൾ തിരിഞ്ഞിരുന്ന ഭാഗത്ത് നാം ഖിബലയാക്കി നിശ്ചയിച്ച് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അതായത് ബൈത്തുൽ മുഖദ്ദസിനെ ഖിബലയാക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി എന്നർത്ഥം. നമ്മൾ പരിശോധിച്ച് നോക്കിയ വിശുദ്ധ ഖുർആനിലെ എടുത്തു നോക്കിയ 6000 ചില്ലാനും ആയത്തിൽ എവിടെയാണ് അങ്ങനെ ഒരു വചനമുള്ളത്? എവിടെ? എന്താ പോയിന്റ്? ബൈത്തുൽ മുഖദ്ദസിനെ ഖിബലയാക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി എന്നാണ് പറഞ്ഞത്. എവിടെ അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ? എവിടെ? ഒരായത്തില്ല. അപ്പൊ പിന്നെ അതെന്താണ്? ഇങ്ങനെ ഒരു കൽപ്പന അള്ളാഹുവിന്റെ ഖുർആനിലില്ല. പക്ഷേ അതല്ലാതെയും മുഹമ്മദ് നബിക്ക് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നുണ്ട്. അത് നബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു. അറിയുക, നിശ്ചയമായും എനിക്ക് കിതാബും അഥവാ വിശുദ്ധ ഖുർആനും അതിന്റെ കൂടെ അതുപോലുള്ളതും നൽകപ്പെട്ടിരിക്കുന്നു. അതാണ് സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനി നമ്മൾ ചോദിക്കരുത് ഒരിക്കലും അത് ഹദീസിലുള്ളതല്ലേന്ന് ഒരിക്കലും മുഅ്മിൻ എന്ത് ചെയ്യരുത്, ചോദിക്കരുത്. സ്വഹീഹാണോ, സ്വീകാര്യോഗ്യമാണോ? സമിഅനാ വഅതഅനാ ആമന്നാ വസല്ലംനാ. അല്ലാഹു തആല അലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഇങ്ങനെ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, വളരെ മഹത്തായ ഒരു മാസത്തിലേക്കാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്.
പരിശുദ്ധമായ റജബ് മാസം. അല്ലാഹുവിങ്കൽ മിൻഹാ അർബഅത്തുൻ ഹുറൂം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പവിത്രമാണെന്ന് പറഞ്ഞ പരിശുദ്ധമായ മാസം. ആ മാസം, ഈ മാസത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താം. ഈ മാസത്തിൽ തിന്മകൾ ചെയ്യരുത്, ഒരിക്കലും പാപങ്ങൾ പ്രവർത്തിക്കരുത്. അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ അക്രമം ചെയ്യരുത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബ 36-ാമത്തെ ആയത്ത്. അതായത് പരിശുദ്ധമായ മാസങ്ങൾ എന്ന് പറയപ്പെടുന്ന മാസങ്ങളിൽ പ്രത്യേകിച്ചും പാടില്ല, അല്ലാത്ത സമയത്തും പാടില്ല. അതായത് 365 ദിവസവും തിന്മ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പ്രത്യേകം പറഞ്ഞ വാക്കെന്തറിയോ? ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അതിനാൽ ആ മാസങ്ങളിൽ, പ്രത്യേകിച്ച് 4 മാസം പറഞ്ഞല്ലോ, ആ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. ഈ പ്രയോഗം സൂചിപ്പിക്കുന്ന കാര്യം എന്തറിയോ? മഹാനായ ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ തൊട്ട് ഇമാം ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ വിവരിക്കുന്നു വഖാല ഖത്താദതു ഫീ ഖൗലിഹി വലാ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്ന ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി പറയാണ്, ഇന്നൽ ളുൽമ ഫിൽ അശ്ഹുരിൽ ഹുറുമി അഅ്ലമു ഖതീഅതൻ വവിസ്റ മിനൽ ളുൽമി ഫീമാ സിവാഹാ വഇൻ കാന ളുൽമു അലാ കുല്ലി ഹാലിൻ അളീമ. തിന്മകൾ ചെയ്യുക, അക്രമം പ്രവർത്തിക്കുക എന്നത് എക്കാലത്തും ഗൗരവമുള്ള കാര്യമാണെങ്കിലും അള്ളാഹു പവിത്രമാക്കിയ ഈ 4 മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നത് അവയല്ലാത്ത മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരവും കൂടുതൽ ശിക്ഷ ലഭിച്ചേക്കാവുന്നതുമായ കാര്യമാണ്. അപ്പൊ ശരിക്കും റജബ്, ശഅബാൻ, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ ഹദീസിൽ റമദാൻ, ഇതൊക്കെ വളരെ പവിത്രമായതാണ്. ഈ തെറ്റുകൾ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകളെക്കാൾ ഗൗരവമുള്ളതാണ് എന്നാണ് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽപ്പെട്ട ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമതായി, തെറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിർക്ക്, കുഫർ പോലുള്ളതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം. പക്ഷെ വല്ലാഹുൽ മുസ്തആൻ, ആളുകൾ 2 ദിവസം മുമ്പ് ഇത്തരം വളരെ മോശമായ ഒരു കുഫ്രൻ ആചാരത്തിന്റെ പുറകെയായിരുന്നു എന്നതാണ് ഏറ്റവും ദയനീയമായ സ്ഥിതിവിശേഷം. എല്ലാ കുഫറും ശിർക്കുന്ന ആവശ്യം മുസ്ലിങ്ങൾക്ക്. ഞങ്ങളുടെ സാന്നിധ്യം എല്ലാറ്റിലും ഉണ്ടാകണം എന്നിങ്ങനെ ഉണ്ടല്ലോ, കല്ലിൽ കുത്തിവെച്ചതുപോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വേണമെന്നൊരു വാശിയുള്ളതുപോലെ എന്തൊക്കെ കുഫർ ശിർക്കുണ്ടോ അതിലൊക്കെ നമ്മളെ വക ഒരു പാർട്ടിസിപ്പേഷൻ എന്നൊക്കെ പറയില്ലേ, ഒരു പങ്കാളിത്തം പാടില്ല. പ്രിയമുള്ളത്, എല്ലാറ്റിനും അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന തന്നെ കാണാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു കുഫറും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ പുത്തൻ ആചാരങ്ങളുടെ ബിദ്അത്തുകൾ നമ്മൾ അകന്നു നിൽക്കണം. പ്രത്യേകിച്ചും എല്ലാ മാസത്തിലും എന്നതുപോലെ തന്നെ ഈ മാസത്തിലും. അതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പൊ ഈ റജബ് വന്നാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ചില പുത്തനാചാരങ്ങൾ, ചില ആൾക്കാർ മടികൊണ്ട് മാത്രം ചെയ്യാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്തേക്കാം. സ്വലാത്തു റഗായിബ് എന്ന് പറഞ്ഞിട്ട് നിസ്കാരം ഇപ്പൊ അത് പൊതുവെ കാണാറില്ല. ഒരുപക്ഷെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടാണോ എന്തോ അറിയില്ല, അതൊന്നും ആളുകൾക്ക് മടിയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ പറഞ്ഞ് നിസ്കരിക്കാൻ മടിയുള്ള ആൾക്കാരാണ്. അപ്പൊ പിന്നെ ഈ നിസ്കാരത്തിൽ ചിലപ്പോൾ മടികൊണ്ട് ഒഴിവാക്കിയതെന്ന് അറിയില്ല. വല്ലാഹു അലം. എന്തായാലും അങ്ങനെ ഒരു നിസ്കാരമില്ല. അതേപോലെ റജബ് 27 പ്രത്യേകമായി ഇസ്രാ മിഅ്റാജ് എന്ന പേരിൽ ഒരു ആഘോഷം, മിഅ്റാജ് ആഘോഷം. അതേപോലെ തന്നെ ആ ദിവസം പ്രത്യേകമായി മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ നോമ്പ്. ഇതൊക്കെ ശരിക്കും ബിദ്അത്തുകളിൽപ്പെട്ടതാണ്. അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇന്നലെ വ്യാഴാഴ്ച മുതൽ ഇന്ന്, നാളെ, മറ്റന്നാൾ, തിങ്കളാഴ്ച 5 ദിവസം അടുപ്പിച്ച് നോമ്പുണ്ട്. ആർക്കും വേണ്ട, തിരിഞ്ഞോക്കൂല. എന്നാൽ 27 മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാടിയാണ് വീഴണം. അള്ളാന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെടുകയും ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധത്തിൽ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത കാര്യത്തെ ആർക്കും വേണ്ട. എന്നാൽ വ്യാജമായ നിർമ്മിതമായ മൗളൂഉം ദഈഫുമായ കെട്ടിയുണ്ടാക്കപ്പെട്ടതും ദുർബലവുമായ റിപ്പോർട്ടുകളാൽ കൊണ്ടുവരപ്പെട്ട ചിലതിന്റെ പുറകെയാണ് ആളുകൾ പലപ്പോഴും. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതേസമയം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഒരു വശത്ത് നമ്മൾ തിന്മ ഒഴിവാക്കുന്നത് പോലെ തന്നെ മറുവശത്ത് നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരലും ഏറ്റവും പവിത്രമായതാണ്. അള്ളാഹു കൽപ്പിച്ച വാജിബും സുന്നത്തുമായ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ കാണിക്കുകയും
വളരെ കണിശതയോടെയും കൃത്യതയോടെയും അവ നിർവഹിക്കുകയും വേണം. അത് ഈ മാസങ്ങളിൽ പ്രത്യേകിച്ചും അതിനൊന്നും കൂടി പ്രത്യേകത ഉണ്ട്. ഞാൻ പറഞ്ഞല്ല, മഹാനായ ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി പറയാണ്, അൽ അമലു സ്വാലിഹു അഅ്ളമു അജ്റൻ ഫിൽ അശ്ഹുരിൽ ഹുറും. അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. നമ്മൾ അങ്ങനത്തെ മാസത്തിലാണ്. അപ്പോ എന്താണോ ആ മാസത്തിലുള്ളത് അത് മാത്രം പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, വീണ്ടും സൂചിപ്പിക്കുകയാണ്, പവിത്ര മാസങ്ങളിൽപ്പെട്ട 4 മാസത്തിൽ 1 എന്ന നിലക്ക് റജബ് മാസത്തിന് പ്രാധാന്യമുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ പ്രത്യേകമായി ഒരു ഉംറ, റജബിൽ ഉംറ എന്ന പേരിൽ പ്രത്യേകം ഇല്ല. ഉംറക്ക് പോണവർക്ക് പോവാം. അല്ലാതെ ഈ മാസത്തിന് പ്രത്യേക പോരിച്ചുകൊണ്ടൊരു ഉംറ ഇല്ല, അങ്ങനെ പ്രത്യേക ഒരു നോമ്പ് ഇല്ല, അങ്ങനെ പ്രത്യേക ഒരു നിസ്കാരമില്ല. ഉള്ളതുണ്ട്, ഇല്ലാത്തത് നമ്മൾ ഒരിക്കലും അതിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാ. ഞാൻ പറഞ്ഞല്ലോ, കെട്ടിച്ചമക്കപ്പെട്ട ഹദീത്തുകളും ദുർബല ഹദീത്തുകളും തെളിവാക്കി ഒട്ടനേകം അനാചാരങ്ങൾ ഈ റജബ് മാസത്തിൽ പലരും പ്രവർത്തിക്കുന്നതായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരോടൊക്കെ നമുക്ക് പറയാനുള്ള ഒറ്റ വാക്കാണ്, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ബിദ്അത്തുകളും ഹറാമുകളും ഒക്കെ നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിരുപാധികം അനുസരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അവരുടെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളിൽ അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, അട്ടിയോടിക്കപ്പെടുന്ന, നിരാലംബരും നിസ്സഹായരുമായ മുസ്ലിം അള്ളാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഫലസ്തീനികൾക്ക് സമാധാനം ചൊരിയുമാറാവട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനം ചൊരിയുമാറാവട്ടെ. ഈ മണ്ണിൽ സമാധാനത്തോടെ അള്ളാന്റെ ദീന് പഠിച്ചും പകർത്തിയും ദഅവത്ത് നടത്തിയും ജീവിക്കാൻ അള്ളാഹു ഈ മണ്ണിനെ അനുകൂലമാക്കി തീർക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.